ഗുജറാത്ത് അവിടെ നിരോധനമാണെന്ന് പറയുന്നത്, അവിടെയും ഈ പറയുന്ന പെട്ടിക്കടലോ കിട്ടുന്നു പറഞ്ഞാൽ അതെന്തായാലും സർക്കാരോട് വരുമാനമില്ല, അതൊക്കെ വ്യാജമാണ്. ഈ പറയുന്ന പണം വരണമെന്നുള്ളത് എനിക്ക് നിലപാടൊക്കെ ഇവിടെ അട്ടത്തിരിക്കുകയല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മദ്യത്തിലൂടെ കാശ് വരാനുള്ള വഴികൾ തേടുന്നത് ഏത് സർക്കാരിൻ്റെയും നയവും രീതിയല്ലേ എസ് ജയസൂര്യൻ? BJP ഭരിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ മദ്യ നിരോധനമുണ്ട്. ഗുജറാത്തിലും ബീഹാറിലുമൊക്കെ മദ്യം കൊടുത്താൽ ലാഭം കിട്ടുമെന്നറിയാം, അതുപോലെ തന്നെ നികുതി കിട്ടുമെന്നറിയാം. പക്ഷേ അതൊക്കെ എന്തുകൊണ്ട് വേണ്ടാന്ന് വെച്ചു? അത് പാർട്ടിയുടെ പോളിസിയാണ്. അപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന 4, ഭാഗികമായി ഭരിക്കുന്ന 4 കൂടെ ചേർത്താൽ 8 സംസ്ഥാനമുണ്ട്. ഒരിടത്ത് മദ്യനിരോധനം ഇല്ല. എന്നാൽ മദ്യനിരോധനത്തിനെതിരെ പറയുന്ന ന്യായം എന്താ? മദ്യം നിരോധിച്ചാൽ വ്യാജവാറ്റുണ്ടാകും, വ്യാജമായിട്ടുള്ള പ്രശ്നമുണ്ടായിട്ട് വലിയ തോതിൽ ആൾക്കാർ മരിക്കുമെന്ന. BJP ഭരിക്കുന്ന 5 പ്രദേശങ്ങളിൽ മദ്യനിരോധനം ഉണ്ടായെടുത്ത് വ്യാജ മദ്യ ദുരന്തങ്ങൾ എന്താ ഉണ്ടാവാത്തത്? അപ്പോൾ മദ്യത്തിൽ നിന്നുള്ള വരുമാനം വേണ്ട എന്ന് വെക്കുകയും കൃത്യമായിട്ടുള്ള ലോ ആൻഡ് ഓർഡർ നടപ്പാക്കുകയും ചെയ്താൽ മദ്യത്തെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. അതാണ് BJPയുടെ പോളിസി. അല്ലാതെ പണം ഉണ്ടാക്കണമായിരുന്നെങ്കിൽ ഗുജറാത്തിലും ബീഹാറിലും നാഗാലാൻഡിലും ഒക്കെ ഇഷ്ടം പോലെ തുറന്നു കൊടുത്തിട്ട് പണമുണ്ടാക്കാമായിരുന്നല്ലോ. അപ്പൊ പണമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമല്ല BJP ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമാണ്. പിന്നെ കേരളത്തെയും UP യെയും താരതമ്യപ്പെടുത്തി എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, 3.5 കോടി ജനങ്ങളുള്ള കേരളവും 24 കോടി ജനങ്ങളുള്ള പ്രദേശത്തെയും അല്ലല്ല ഇല്ലല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, നിങ്ങളൊന്നും പറയുമ്പോ ഞാൻ ഇടപെടാറില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സമയത്തല്ല. കേരളത്തിലെ 3.5 കോടിയെ UP യിലെ 24 കോടിയോട് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. കാരണം കേരളത്തിലെ 3.5 കോടിയും UP യിലെ 24 കോടി ജനങ്ങളെയും അവിടെ 50 കോടി കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിലെ 24 കോടി എന്ന് പറയുന്നത് അതിന്റെ നേർപകുതി വരുന്നുണ്ട്. അതായത് 24 കോടി ജനങ്ങളുള്ള UP യിലെ മദ്യത്തിലെ വരുമാനത്തിന്റെ നേർപകുതി കൊണ്ട് 3.5 കോടി വരുന്ന കേരളത്തിന്റെ മദ്യത്തിന്റെ വരുമാനം എന്ന് പറയുമ്പോൾ കേരളം എത്ര ഭീകരമായ രീതിയിലാണ് മദ്യത്തിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതും ജനങ്ങളെ കൊള്ളയടിക്കുന്നതും എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് BJPയുടെ നയം വ്യക്തമാണ്. മദ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല, മദ്യത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുമല്ല. അപ്പൊ അങ്ങ് മദ്യപിക്കാത്ത ആളായത് കാരണം എനിക്ക് ഗുജറാത്തിൽ മദ്യം കിട്ടുമോ എന്ന് ഉറപ്പുണ്ടെന്ന് എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ നിർവാഹമില്ല. ബീഹാറിൽ 11 പേരാണ് കഴിഞ്ഞ ഏപ്രിൽ 16 നടന്ന ചമ്പാരൻ ഇപ്പൊ വ്യാജ ദുരന്തത്തിൽ 11 പേരാ മരിച്ചു, ഒരുപാട് പേർ കണ്ടുപോയി. അപ്പൊ ഈ പറയുന്ന മദ്യത ഈ പറയുന്ന എന്താണ് നിരോധനമുള്ള സ്ഥലങ്ങളിലൊക്കെ മുറക്കി ഉണ്ടാകുന്ന വ്യാജ മദ്യ ദുരന്തം, കൊലപാതകം. അല്ല, എന്റെ കൊലപാതകം നിരോധിച്ചെടുത്ത് കൊലപാതകം നടക്കുന്നില്ല, ശ്രീധരൻ നിരോധിച്ചെടുത്ത് ശ്രീധരൻ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് പരിപൂർണമായിട്ട് ഇല്ലാതാകുന്നു എന്ന് ആരും പറയുന്നില്ലല്ലോ. നിരോധിക്കുന്നു എന്നുള്ളൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സ്ത്രീധനം നിരോധിച്ചാൽ ശ്രീധരൻ നടക്കുന്നുണ്ട്, കൊലപാതകം നിരോധിച്ചാൽ കൊലപാതകം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ വ്യാജമാണ്, അതിലൊന്നും കാര്യമില്ല എന്ന് പറയല്ല. നിരോധിക്കേണ്ടത് നിരോധിക്കുക തന്നെ ചെയ്യണം, വീഴ്ചയുണ്ടായ നടപടി എടുക്കണം. അതാണ് ഗവൺമെന്റ് പോളിസി ചെയ്യേണ്ടത്.